വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹോളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള നീ ലെങ്ത് ആയിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ ഇത് നമ്മളുടെ പെരുന്നാൾ സീരീസിൽ പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഈ ഡ്രസ്സസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് അല്ലെങ്കിൽ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കയറി ചെക്ക് ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഡ്രസ്സസ് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കുക, ഇഷ്ടമാണെങ്കിൽ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ ഡ്രസ്സസും തന്നെ വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോരോ ഡ്രസ്സസ് ആയിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് തന്നെയാണ്. ഇതിൻ്റെ ട്രൈ ഓൺ നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാവും. ഈ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ, ഓറഞ്ച്, ക്രീം, അങ്ങനെ കുറേ കളേഴ്സ് മിക്സ്ഡ് ആയിട്ട് ടോട്ടലി ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. സ്ലീവ്സിലും യോക്ക് പോർഷനിലുമാണ് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല ഹെവി എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നത് 400 സംതിങ്ങോ 300 സംതിങ്ങോ ആണ്. ആ ഒരു പ്രൈസിന് നമുക്ക് ഇത്രയും, ഞാൻ പ്രൈസ് ഇവിടെ കറക്റ്റ് സൈറ്റിൽ കൊടുക്കുക എനിക്ക് ഓർമ്മയില്ല, ആ ഒരു പ്രൈസിന് ഇത്രയും ക്വാളിറ്റി ഉള്ള എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ടെസൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് താഴെ കാണുന്നുണ്ടാവും, അവിടെയും ടെസൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കോട്ടൺ ആണോ റയോൺ ആണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ചൂടുകാലത്ത് സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ബ്ലാക്ക് ആണ് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡ്രസ്സ്. എനിക്ക് ഈ ഒരു കളക്ഷനിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഡ്രസ്സാണ്. എനിക്കിതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആഫ്റ്റർ വാഷ് റിവ്യൂ അല്ല പറയുന്നത്, എനിക്ക് കിട്ടിയ ഉടനെയുള്ള റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പെരുന്നാളിന് ഡ്രസ്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെയിലാഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മെയിലാഞ്ചിയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓർഗാനിക് ഹെന്ന പേജസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് വാങ്ങിക്കുന്ന ഒരു ഹെന്ന പേജാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നിങ്ങളിൽ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. കാരണം നമുക്ക് ഏറ്റവും സ്റ്റെയിനുള്ള മെയിലാഞ്ചിയാണല്ലോ അല്ലേ നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു മെയിലാഞ്ചിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് എന്തായാലും പെർഫെക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അക്സാസ് ഹെന്ന എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. അപ്പോൾ ആദ്യം തന്നെ അവരുടെ നെയിൽ കോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഈ ഒരു നെയിൽ കോൺ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം മോള് ചെറുതായത് കാരണം എനിക്ക് ഇത് നമ്മൾ കുറച്ച് ടൈം അപ്ലൈ ചെയ്യണമല്ലോ. പ്രത്യേകിച്ച് രാത്രി നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കളയുകയാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റെയിൻ കിട്ടും. പക്ഷെ ഞാൻ ഇത് എന്തായാലും റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഇത് നമ്മൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്റ്റെയിൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്, കുറച്ചും കൂടി നല്ല സ്റ്റെയിൻ നമുക്ക് കിട്ടും. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന ടൈമും എഫേർട്ടും എന്തായാലും വേർത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെയിൻ പെർമനൻ്റ് ആണ്. നമ്മളുടെ നെയിൽസ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാലും നമ്മളുടെ ഇതിൻ്റെ ഒരു സ്റ്റെയിൻ ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ നിൽക്കും. നമ്മൾ സാധാരണ മെയിലാഞ്ചിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽസ് ഗ്രോ ആവുന്നതിനനുസരിച്ചിട്ട് താഴെ വൈറ്റ്, മേലെ ഓറഞ്ച് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് വരിക. പക്ഷേ ഇതിന് നമുക്ക് കിട്ടുന്ന ഒരു മെറൂൺ ഷെയ്ഡ് ഉണ്ടല്ലോ അത് പെർമനൻ്റ് ആണ്. നമ്മളുടെ നെയിൽസ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന സമയത്തായാലും മെറൂണും വൈറ്റും ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു വൃത്തികേട് നമ്മളുടെ നെയിൽസിന് ഫീൽ ചെയ്യൂല. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു നെയിൽ പെയിൻ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഫീൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തോളൂ കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റെയിൻ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് എന്നെപ്പോലെ മെയിലാഞ്ചി ഇടാൻ പറ്റാത്തവർ ഇപ്രാവശ്യം പെരുന്നാൾക്ക് മെയിലാഞ്ചി ഇടാതെ നിൽക്കേണ്ട. അവരുടെ അടുത്ത് തന്നെ സ്റ്റെൻസിൽ അവൈലബിൾ ആണ്. കുട്ടികളുടെ സ്റ്റെൻസിലുണ്ട്, അതുപോലെ തന്നെ വലിയവരുടെ സ്റ്റെൻസിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ വലിയ ആളുടെ സ്റ്റെൻസിലായിരുന്നു. ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഇത് സൈഡിൽ കാണിക്കാം. അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എൻ്റെ മോൾക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് മൊത്തത്തിലൊരു വലിയ ഡിസൈനാണ് വരുന്നത്. പിന്നെ അത് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെൻസിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ സ്റ്റെൻസിലും അവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റെൻസിൽസും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മെയിലാഞ്ചി ഇടാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് മെയിലാഞ്ചി ഇടാതെ നിൽക്കേണ്ട. അവരുടെ അടുത്ത് സ്റ്റെൻസിലും അവൈലബിൾ ആണ്. ഈ സ്റ്റെൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കതിങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം എവിടെയാണോ നമുക്ക് മെയിലാഞ്ചി അപ്ലൈ ചെയ്യാനുള്ളത് അവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റിമൂവ് ചെയ്യുക. അത് റിമൂവ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ ഡിസൈനൊക്കെ പറഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഹക്സാസ് ഹെന്ന കോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മൗത്ത് പോർഷന് ഞാൻ ചെറുതായിട്ട് ഒന്ന് വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാവാനും വേണ്ടിയിട്ടാണ്.
പക്ഷേ ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നല്ല പ്രിസൈസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ശരിക്കും നമ്മൾ മൈലാഞ്ചി ഇട്ട ഒരു ലുക്കാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല നമ്മൾ റിമൂവ് ചെയ്യാതെ അങ്ങനെ വെക്കാൻ നമുക്ക് എത്ര ടൈം വെക്കാൻ പറ്റും അത്രയും നല്ലതാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് കുറച്ച് ധൃതി ഉള്ളത് കൊണ്ട് അവൾ നേരത്തെ ഊരി. അപ്പോൾ ഇതാണ് കേട്ടോ അവൾക്ക് കിട്ടിയിട്ടുള്ള സ്റ്റെയിൻ. അടുത്തതായിട്ട് അവരുടെ ഒരു മൈലാഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റെയിൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്ര ടൈം അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റെയിൻ കിട്ടുക. ചില മൈലാഞ്ചിയൊക്കെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ പൊളിഞ്ഞു പോരുന്ന പോലെ ആയിരിക്കും, അൺഈവൻ ആയിട്ടായിരിക്കും പോവുക. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെയിൻ എന്തോ പോലെ ആയിരിക്കും പോകുന്ന സമയത്ത്. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. ഇത് പോകുന്ന സമയത്ത് ഒരേ ലെവലിലാണ് പോവുക. പിന്നെ അത്യാവശ്യം കൂടുതൽ ഡേയ്സ് ഇത് സ്റ്റേ ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റെയിനാണ് കേട്ടോ ഇതിനുള്ളത്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കല്യാണങ്ങളൊക്കെ വരാൻ പോവാണല്ലേ, അപ്പം പുതിയണ്ണകൾക്കൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു അക്സാസ് ഹെന്ന എന്ന് പറയുന്നത്. പെരുന്നാൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 6 hours ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് നല്ല സ്റ്റെയിൻ തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും അവരുടെ സാധാരണ ഹെന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അവരുടെ ഹെയർ എണ്ണനെ കുറിച്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, മൈലാഞ്ചിൻ്റെ ഇലകൾ പറിച്ച് അത് നമ്മൾ അമ്മിയിലിട്ട് അരിച്ചിട്ടൊക്കെ നമ്മളുടെ തലയിൽ തേക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബിസി ലൈഫിൽ നമുക്ക് അതിനൊന്നും നേരമില്ല. ഈ മൈലാഞ്ചി എന്ന് പറയുന്നത് ഗ്രേ ഹെയർ ഉള്ള ആൾക്കാരും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ നമ്മളുടെ തലക്കും നമ്മളുടെ മുടിക്കൊക്കെ വളരെ നല്ല ഒരു ഹെർബാണ് അല്ലേ മൈലാഞ്ചി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ബിസി ലൈഫിൽ നമുക്ക് അതൊന്നും ചെയ്യാനോ അതൊന്നും തേക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ മൈലാഞ്ചി ചെടി ഉണ്ടാവില്ല. പണ്ടത്തെ അത്രയും വിപുലമായിട്ട് നമുക്ക് മൈലാഞ്ചി ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവരുടെ അടുത്തുള്ള ഈ ഒരു റെഡിമെയ്ഡ് മൈലാഞ്ചി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഹെന്നയാണ് കേട്ടത്. അവരുടെ ഈ ഒരു ഹെന്നക്കകത്ത് നീമുണ്ട്, ബ്രിങ്ക്രാജ് ഉണ്ട്, ബ്രഹ്മി ഉണ്ട്, അലോവേര ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്. ഇതുപോലുള്ള ആയുർവേദിക് ഹെർബ്സ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഹെയറിനും നമ്മളുടെ തലക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ തലയിൽ ഒട്ടും തന്നെ ഓയിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു 2 മണിക്കൂർ ഇത് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈന് കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആവും, അതുപോലെ തന്നെ നല്ല ഷൈനി ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രേ ഹെയർ ഉള്ള ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഹെയറിൽ സ്റ്റെയിനും വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബിസി ലൈഫിൽ ഇതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പം നിങ്ങൾ എന്തായാലും അവരുടെ ഓർഗാനിക് ഹെയർ എണ്ണ പേസ്റ്റും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു മൈലാഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അങ്ങനെ നോക്കണമെങ്കിൽ അതും ഈസി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് നിങ്ങൾ മൈലാഞ്ചി വാങ്ങിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. ഡ്രസ്സ് വന്നിട്ട് എഗെയിൻ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. ഒരു ആബ്സ്ട്രാക്ട് പ്രിന്റിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് ഷിഫോൺ മെറ്റീരിയലാണ്. ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. സ്ലീവിൻ്റെ ഭാഗത്ത് ലൈനിങ് കൊടുത്തിട്ടില്ല. ഫുൾ സ്ലീവ് തന്നെ വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ബലൂൺ സ്ലീവായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബലൂൺ സ്ലീവായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ അതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലെയർ വരുന്നതാണ് കേട്ടോ. അതായത് നമ്മളുടെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ ഫ്ലെയർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ടൈ ചെയ്തിട്ട് അങ്ങനെ ഇടണമെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ നമുക്ക് ചെറിയൊരു കയറ് കൊടുത്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എത്തുന്നില്ല. മാത്രമല്ല ഇത് ടൈ ചെയ്യാതെ ഇടുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഭംഗി, അതായത് കുറച്ച് ലൂസായിട്ട് ഇടുമ്പോഴാണ് എനിക്കിത് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാ ഇതിങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓരോരോ സെപ്പറേഷനായിട്ട് കൊടുത്തിട്ട് പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ചുരുക്ക് കൊടുത്തിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഓവറോൾ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. തടി ഇല്ലാത്തവർക്കൊക്കെ നല്ല ഡ്രസ്സ് ഉണ്ടാകും. കുറച്ച് തടി തോന്നിക്കാനൊക്കെ ഈ ഒരു ഡ്രസ്സ് പറ്റും കേട്ടോ. മൊത്തത്തിൽ സെയിം പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഡ്രസ്സ്. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇനി നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ബ്ലൂ ആൻഡ് വൈറ്റ് പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. വൈറ്റിൽ ബ്ലൂ ആൻഡ് പിങ്ക് പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള നല്ല ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ഇതിൻ്റെ പ്രിന്റ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം മീഷോയിൽ ഇത് റയോൺ മെറ്റീരിയൽ ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ്സ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ചുരുക്ക് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ബലൂൺ സ്ലീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനത്തെ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തടി തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ കറക്റ്റ് സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയമാണ്. മീഡിയം ഞാൻ എടുക്കാൻ കാരണം റയോൺ എന്ന് കണ്ടതുകൊണ്ടാണ്. റയോൺ നമ്മൾ അലക്കി കഴിയുമ്പോൾ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ മീഡിയം എടുത്തത്. പക്ഷേ ഇത് റയോൺ അല്ല, ഇതൊരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് സമ്മർ അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഇതിൻ്റെ
ചുരുക്ക് ഇവിടെ ഇങ്ങനെ ഈ അരയുടെ ഭാഗത്തായിട്ടാണ് കേട്ടോ ചുരുക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ആഫ്റ്റർ വാഷ് റിവ്യൂ അല്ല പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഞാനൊരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നത്. ഇതും ഒരു നീ ലെങ്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ തിരിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും 300 സംതിങ് ആണ്. അതിനെന്തായാലും വേർത്താണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമ്മർ അപ്രോപ്രിയേറ്റ് ആണ്. ബ്ലാക്ക് ആണ് എന്നുള്ളത് ഒഴിച്ചാൽ ഇത് നമുക്ക് നല്ല സമ്മർ അപ്രോപ്രിയേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബ്ലാക്കിൽ ഇങ്ങനത്തെ വൈറ്റ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത്, ഫ്ലോറൽ പ്രിൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ കണ്ടോ ഇങ്ങനത്തെ ഒരു കോളറാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് ബട്ടൺ ഉണ്ട് കേട്ടോ. ഈ ബട്ടണൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ഒക്കെ സാധാ പോലത്തെ സ്ലീവ്സ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നമുക്കിനിയിപ്പോൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായാലും പുറത്തേക്ക് യൂസ് ചെയ്യാനും പല രീതിയിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വൈറ്റ് പലാസോ പാൻറ്റിലേക്ക്, വൈറ്റ് മുതൽ ബ്ലാക്ക് ഡോട്ട് വരുന്നൊരു പലാസോ പാൻറ്റിലേക്ക് അങ്ങനെ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇല്ല. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. അല്ല നമുക്കിത് ജീൻസിൻ്റെ കൂടെ, വൈറ്റ് ജീൻസിൻ്റെ കൂടെ, ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ്സ്. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം തന്നെയാണ്. പക്ഷേ മീഡിയം എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ നിറവ് വരുന്ന മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഡ്രസ്സ്. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിലും കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കളക്ഷന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണിച്ച ഡ്രസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ഹോൾ വീഡിയോസ് ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ നിങ്ങളത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ ഇതിലും ഞാൻ ഒരുപാട് മീഷോ ഹോൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും നല്ല അടിപൊളി ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ഈ ഒരു ഇതിന് പർച്ചേസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്സ് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ.